എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മിൻറ്റു ഫ്രം അപ്രൈറ്റ് മൈഗ്രേഷൻസ് അഡലേഡ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓസ്ട്രേലിയൻ ഡിഫൻസ് ഫോഴ്സിലോട്ട്, നമ്മുടെ ഓസ്ട്രേലിയൻ ആർമി അല്ലെ നേവി, എയർഫോഴ്സ്, ഓസ്ട്രേലിയൻ ഡിഫൻസ് ഫോഴ്സിലോട്ട് വേറെ ഒരു കൺട്രിയിലെ മിലിറ്ററി സർവീസ് ജോലി ചെയ്യുന്നവർക്ക് എങ്ങനെ വരാം എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് എസ്പെഷ്യലി നമ്മളിപ്പം സംസാരിക്കുമ്പം ഇപ്പോൾ ഇന്ത്യ എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ആർമി അല്ലെ നേവി, എയർഫോഴ്സ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും അവിടെ റിട്ടയർ ആയി കഴിഞ്ഞ് ലാസ്റ്റ് 3 ഇയറിനുള്ളിൽ റിട്ടയർ ആയ ആൾക്കാർക്കും അവരുടെ കരിയർ വേണമെങ്കിൽ ഓസ്ട്രേലിയൻ ഡിഫൻസ് ഫോഴ്സിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതിനകത്ത് നോക്കേണ്ടത് ഈ ഒരു പ്രോസസ്സിന് ഓൾമോസ്റ്റ് 1.5 ഇയേഴ്സ് എടുക്കും. ഇതിനകത്ത് 3 സ്റ്റെപ്സ് ഉണ്ട്. ഒന്നൊരു ആപ്ലിക്കേഷൻ സ്റ്റെപ്പ് ഉണ്ട്. ആപ്ലിക്കേഷൻ നമ്മൾ ഓസ്ട്രേലിയൻ ഡിഫൻസ് ഫോഴ്സിൽ ആപ്ലിക്കേഷൻ ഒരു കോംപ്രഹെൻസീവ് ആപ്ലിക്കേഷൻ കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു ഇൻ്റർവ്യൂ വരും. സൂം ഇൻ്റർവ്യൂ ആയിരിക്കും ഓഫ് കോഴ്സ്. ആ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് മെഡിക്കൽ, ഡെൻ്റൽ, അങ്ങനെയുള്ള കോംപ്രഹെൻസീവ് ആയിട്ടുള്ള മെഡിക്കൽ അത് ടെസ്റ്റെല്ലാം പാസ്സാക്കണം. അത് പാസ്സായി കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു വിസ പ്രോസസ്സോടെ ഇതിനകത്ത് വരുന്നുണ്ട്. കാരണം ഇത് നമ്മുടെ എംപ്ലോയർ നോമിനേഷൻ സ്കീം എന്ന് പറയുന്ന ഒരു സ്കീം വഴിയാണ് 186 വിസ, അതായത് പി ആർ കിട്ടിയാണ് വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് 60 ദിവസത്തിനുള്ളിൽ സിറ്റിസൺഷിപ്പ് എടുക്കണം. കാരണം ഓസ്ട്രേലിയൻ ആർമിയിൽ അല്ലെങ്കിൽ നേവി ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ സിറ്റിസൺഷിപ്പ് വേണമല്ലോ. അപ്പം ഈ PR എംപ്ലോയർ നോമിനേഷൻ സ്കീമിനകത്ത് 186-നകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇതിൻ്റെ എംപ്ലോയർ എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ ഡിഫൻസ് ഫോഴ്സ് ആണ്. അവർക്ക് ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റുമായിട്ടുള്ള ലേബർ എഗ്രിമെൻറ്റ് വെച്ച് അവരുടെ ചില സ്കിൽഡ് ഷോർട്ടേജ് ആയിട്ടുള്ള ഏരിയയിലോട്ട് ആൾക്കാരെ ഫില്ല് ചെയ്യണം. അപ്പം നമുക്കറിയാം, നമുക്കിപ്പോൾ ഒരു നേഴ്സിനെ വേണം, അല്ലെങ്കിൽ ഒരു ഡോക്ടറെ വേണം, ഫാർമസിസ്റ്റിനെ വേണം, എഞ്ചിനീയറെ വേണം. അപ്പോൾ മിലിറ്ററിയിലാകുമ്പം അത് മിലിറ്ററി എക്സ്പീരിയൻസ് ഓൾറെഡി ട്രെയിൻഡ് ആയിട്ടുള്ള ഓൾറെഡി ഉള്ള ആൾക്കാരാകുമ്പം അവർക്ക് ഈസി ആയിട്ട് അതിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതേ സമയത്ത് ഇപ്പം ഒരു നോർമലായിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പം മിലിറ്ററിയിലെ നേഴ്സായിട്ടോ അല്ലെങ്കിൽ മിലിറ്ററിയിലെ ഫാർമസിസ്റ്റായിട്ടോ അല്ലെങ്കിൽ മിലിറ്ററിയിലെ ഡോക്ടറായിട്ടോ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, അല്ലേ? അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓസ്ട്രേലിയയിലെ മിലിറ്ററിയിൽ വരുന്ന ക്രിട്ടിക്കൽ അല്ലെങ്കിൽ അവിടുത്തെ സ്കിൽ ഷോർട്ടേജിനെ മീറ്റ് ചെയ്യാനായിട്ടാണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോണം. ഡയറക്റ്റായിട്ട് ഇപ്പം കേണലായിട്ട് ജോലി ചെയ്ത ഒരാൾക്ക് കേണലായിട്ട് ഇവിടെ ആ ഒരു സെയിം ഇതിൽ എനിക്ക് അതിൻ്റെ മിലിറ്ററിയിലെ ടൈംസ് ഒന്നും അറിയത്തില്ല. അതായത് ബാറ്റിൽ ഫീൽഡിലോട്ട് നേരെ അങ്ങനെയുള്ള കാര്യങ്ങളല്ല വരുന്നത്. ഒരു മിലിറ്ററി എഞ്ചിനീയർ ആണെങ്കിൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാം, മിലിറ്ററി നേഴ്സ് ആണെങ്കിൽ മിലിറ്ററി നേഴ്സായിട്ട് വർക്ക് ചെയ്യാം, മിലിറ്ററി ഫാർമസിസ്റ്റ് ആണ് അങ്ങനെ പറ്റും, മിലിറ്ററി ഡോക്ടറാണ് അങ്ങനെ പറ്റും. പക്ഷേ അവർക്ക് ഇവിടുത്തെ സ്കിൽ അസസ്മെൻറ്റ് മസ്റ്റായിട്ടും ചെയ്തിരിക്കണം. അതായത് എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ എഞ്ചിനീയർ എന്നുള്ളതിൻ്റെ സ്കിൽ അസസ്മെൻറ്റ് വേണം. ഒരു ഡോക്ടറാണെന്നുണ്ടെങ്കിൽ ഡോക്ടറായിട്ട് ഇവിടെ പ്രാക്ടീസ് ചെയ്യാനായിട്ട്, ഓസ്ട്രേലിയയിൽ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും ഇതിനകത്ത് ഫുൾഫിൽ ചെയ്തിരിക്കണം. നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നേഴ്സിൻ്റെ രജിസ്ട്രേഷൻ മസ്റ്റായിട്ട് വേണം. ഫാർമസിസ്റ്റ് ആണെങ്കിലും ഫാർമസിസ്റ്റിൻ്റെ ഓസ്ട്രേലിയയിലുള്ള രജിസ്ട്രേഷൻ റിക്വയർമെൻറ്റ് എന്താണോ അതെല്ലാം മീറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നാട്ടിൽ ഓൾറെഡി നിങ്ങൾ മിലിറ്ററി സർവീസിൽ നിന്ന് റിട്ടയർ ആയി, ലാസ്റ്റ് 3 ഇയറിനുള്ളിൽ റിട്ടയർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സക്സസ്ഫുൾ ആണെങ്കിൽ വിസ അപ്ലൈ ചെയ്ത് നിങ്ങളുടെ ഫാമിലിയെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ടോട്ടൽ പ്രോസസ്സ് 1.5 ഇയേഴ്സ് എടുക്കും. 1.5 ഇയേഴ്സിനുള്ളിൽ ഇവിടെ വരാവുന്നതാണ്. ഇതിൻ്റെ എലിജിബിലിറ്റിയെ പറ്റി പറയാം. ഇപ്പോൾ എലിജിബിലിറ്റി അപ് ടു 55 ഇയേഴ്സ് ഓഫ് ഏജ് ആണ്. കോമ്പിറ്റൻറ്റ് ഇംഗ്ലീഷ്, IELTS 6 ഈച്ച് ഇക്വലൻ്റ് ഇംഗ്ലീഷ് വേണം. പിന്നെ നമുക്ക് മുമ്പേ പറഞ്ഞ പോലെ ലൈസൻസിങ് അല്ലെങ്കിൽ രജിസ്ട്രേഷൻ റിക്വയർമെൻറ്റ് എന്തൊക്കെയാണോ അതെല്ലാം ഫുൾഫിൽ ചെയ്യണം. അപ്പം ആപ്ലിക്കേഷൻ പ്രോസസ്സ്, ഇൻ്റർവ്യൂ, മെഡിക്കൽ, അത് കഴിഞ്ഞ് വിസ നോമിനേഷൻ എന്ന് പറയുന്നത് 480 to 186 പോലുള്ള വിസ നോമിനേഷൻ അത് അവർ ചെയ്യും. ആ വിസ നോമിനേഷൻ കഴിഞ്ഞ് വിസ അപ്രൂവൽ, അതായത് വിസ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓസ്ട്രേലിയയിലെ ഈ ഡിഫൻസ് ഫോഴ്സിന് വർക്ക് ചെയ്യാനായിട്ടുള്ള സെക്യൂരിറ്റി ക്ലിയറൻസ് ലാസ്റ്റ് 10 ഇയേഴ്സോ 15 ഇയേഴ്സോ അത് എന്താണോ സെക്യൂരിറ്റി ക്ലിയറൻസ് എന്നുള്ളത്, അതായത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക്, അത് മസ്റ്റായിട്ടുമുണ്ട്. ആ ഒരു പ്രോസസ്സോടെ കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഇങ്ങോട്ടുള്ള റീലൊക്കേഷനായിട്ട് ഉള്ള പാക്കേജായിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുന്നത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ മിൻറ്റു കുര്യൻ, അപ്രൈറ്റ് മൈഗ്രേഷൻസ് അഡലേഡ് കേരള ടീമുമായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നന്ദി, നമസ്കാരം.